ഈ കോട്ടയം ജില്ല എപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം കോട്ടയം ജില്ലയിലെ സീറ്റുകൾ കൂടുതൽ ആര് പിടിക്കുന്നു അവർക്ക് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 6 നിയോജക മണ്ഡലങ്ങളിൽ UDF ഉം LDF-ഉം തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് 3 ജില്ലകളിൽ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് NDA-യും അതോടൊപ്പം തന്നെ LDF-ഉം തമ്മിലായിരിക്കും. PC ജോർജ് തന്നെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മേൽക്കൈ നേടി UDF എന്ന് പറയുന്ന സമയത്തും കാഞ്ഞിരപ്പള്ളിയിൽ LDF-നാണ് മേൽക്കൈയുള്ളത്. NDA LDF മത്സരം നടക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാല നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യമായിട്ട് LDF NDA മത്സരം നമുക്ക് കാണേണ്ടതായിട്ട് വരും. നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലായിരിക്കും മത്സരം നടക്കുക? ഈ കോട്ടയം ജില്ല എപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലെ സീറ്റുകൾ കൂടുതൽ ആര് പിടിക്കുന്നു അവർക്ക് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. UDF-നെ സംബന്ധിച്ചിട്ട് UDF-ന് അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കേണ്ടത് അവർക്ക് കോട്ടയത്ത് നിന്നും പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നും ഒക്കെയാണ്. ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളിൽ 4 സീറ്റുകളും LDF-ന്റെ കൈവശമാണ് ഇരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളിൽ 5 സീറ്റുകളും LDF-ന്റെ കൈവശമാണ് ഇരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് 9 നിയോജക മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ 9 നിയോജക മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 നിയോജക മണ്ഡലങ്ങളിൽ UDF-ഉം LDF-ഉം തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് 3 ജില്ലകളിൽ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് NDA-യും അതോടൊപ്പം തന്നെ LDF-ഉം തമ്മിലായിരിക്കും. ഈ 3 ജില്ലകൾക്ക് പുറമെ കടുത്തുരുത്തിയിലും ചില സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പക്ഷേ മറ്റ് നിയോജക മണ്ഡലങ്ങളുടെ അത്രയും സാധ്യതയില്ല എങ്കിൽ തന്നെയും കടുത്തുരുത്തിയും ഒരുപക്ഷെ 4ാമത്തെ ഒരു നിയോജക മണ്ഡലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. NDA-യുടെ വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും NDA-യും LDF-ഉം തമ്മിൽ മത്സരം നടക്കാൻ പോകുന്ന ആദ്യത്തെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലമായിരിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ PC ജോർജ് തന്നെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളാണ് അവിടെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും PC ജോർജ് തോറ്റുപോയത് നമ്മൾ കണ്ടതാണ്. അതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ PC ജോർജ് അവിടെ നിന്ന് 2 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും PC ജോർജ് തന്നെയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പൂഞ്ഞാറിൽ മത്സരിക്കുന്നതെങ്കിൽ അവിടെ മത്സരം വരിക LDF-ഉമായിട്ടായിരിക്കും. LDF-ന്റെ കേരള കോൺഗ്രസ് M-ന്റെ സീറ്റാണത്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് ഇപ്പോൾ അവിടെ MLA ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA-യും PC ജോർജും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും പൂഞ്ഞാറിലുണ്ടാവുക. അവിടെ UDF-നെ സംബന്ധിച്ച് UDF അവിടെ 3ാമത് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകും എന്നൊക്കെ പലരും പറയും എങ്കിൽ തന്നെയും ഈരാറ്റുപേട്ട പോലുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ്. എങ്കിൽ തന്നെയും അതിനെയൊക്കെ അതിജീവിച്ച് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് NDA-യ്ക്കും അതോടൊപ്പം തന്നെ LDF-നും സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പൂഞ്ഞാറിലെ മത്സരം എന്ന് പറയുന്നത് അത് LDF-ഉം NDA-യും തമ്മിൽ ആകാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. പിന്നീട് ഒരു മത്സരം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. ഈ കാഞ്ഞിരപ്പള്ളിയിലും സമാനമായ രീതിയിൽ തന്നെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെയും ഒരുപക്ഷെ മത്സരം വരിക LDF-ഉം NDA-യും തമ്മിലായിരിക്കും. അവിടെയും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PC ജോർജ് ഫാക്ട് എന്ന് പറയുന്നൊരു ഫാക്ട് ഉണ്ട്. ആ ഫാക്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മേൽക്കൈ നേടി UDF എന്ന് പറയുന്ന സമയത്തും കാഞ്ഞിരപ്പള്ളിയിൽ LDF-നാണ് മേൽക്കൈയുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും PC ജോർജിൻ്റെ സാന്നിധ്യം അതോടൊപ്പം തന്നെ അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ സാന്നിധ്യം. അൽഫോൻസ് കണ്ണന്താനമായിരിക്കും ഒരു പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. അപ്പോൾ പ്രധാനമായിട്ടും മത്സരം നടക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് M-ന്റെ അതായത് LDF-ന്റെ പ്രൊഫസർ N ജയരാജും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അൽഫോൻസ് കണ്ണന്താനവുമായിട്ടായിരിക്കും മത്സരം നടക്കുക. അപ്പോൾ 2ാമത്തെ NDA LDF മത്സരം നടക്കുന്ന 2ാമത്തെ ഒരു നിയോജക മണ്ഡലമായിരിക്കും ഈ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്. അതുകൂടാതെ പിന്നീട് NDA LDF മത്സരം നടക്കാൻ വേണ്ടിയിട്ട് സാധ്യത ഒരു മണ്ഡലമാണ് പാല നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പാല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പഴയ പൂഞ്ഞാറിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഇപ്പോഴത്തെ പാല നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പാല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മാണി സി കാപ്പനാണ്. പക്ഷേ മാണി സി കാപ്പനോട് അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ചില അതൃപ്തിയും കാര്യങ്ങളും ഒക്കെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നം, അതുകൂടാണ്ട് അവിടെയുള്ള കോൺഗ്രസിലെ ചില മുതിർന്ന കാരണവന്മാർ പറഞ്ഞാൽ അത് അവരവിടെ നോക്കും മേലാളന്മാരെന്ന് പറയാം. ഈ വലിയ മുതലാളിമാരായിട്ട് പണ്ട് പാലയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ജന്മിമാരുണ്ട്. ഈ ജന്മിമാർക്കൊക്കെ
കേരള കോൺഗ്രസിനോട് ഭയങ്കര ശത്രുതയാണ്. അത് കോൺഗ്രസിനകത്ത് ഈ പണ്ട് ഭയങ്കര സമ്പത്തും ജന്മിത്വം ഒക്കെ ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് ഈ പാലയിലൊക്കെയുള്ള കേരള കോൺഗ്രസിനോടൊരു ഭയങ്കര പുച്ഛവും അവജ്ഞയൊക്കെയാണ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചില കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഷോൺ ജോർജ് ആയിരിക്കും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലയിൽ മത്സരിക്കുക എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജ് വരികയും LDF സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട മറ്റാരെങ്കിലും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ത്രികോണ മത്സരം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ത്രികോണ മത്സരത്തിന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ത്രികോണ മത്സരത്തിന് അപ്പുറത്തേക്ക് ഷോൺ ജോർജും ജോസ് കെ മാണിയുടെ പാർട്ടിയുമായിട്ടായിരിക്കും അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുക. അതായത് LDFും NDA ആയിട്ടായിരിക്കും പ്രധാനപ്പെട്ട മത്സരം നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ വരുന്ന സമയത്ത് കോട്ടയം ജില്ല പോലുള്ള ഒരു ജില്ലയിൽ പ്രധാനപ്പെട്ട 3 നിയോജക മണ്ഡലങ്ങളാണ് ഈ പറയുന്ന പാലായും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും എന്ന് പറയുന്നത്. ഇവിടെ NDA ഒരു ശ്രദ്ധേയ സാന്നിധ്യമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്ന് കുറച്ചധികം വോട്ടുകളുടെ ഷിഫ്റ്റ് BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് കരുതിയിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഷോൺ ജോർജിനോട് ഉള്ള കുറച്ച് വോട്ട് പിടിക്കാനായിട്ട് ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്ക് പോയിരുന്ന BJP വോട്ടുകളൊന്നും ഇപ്രാവശ്യം അദ്ദേഹത്തിന് പോകത്തില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെ LDFന്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ത്രിതല പഞ്ചായത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം പാലാ നിയോജക മണ്ഡലത്തിൽ LDFനാണ് ലീഡുള്ളത്. ഇപ്പം നമ്മൾ പരിശോധിച്ച ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ തന്നെ 2 സ്ഥലങ്ങളിൽ LDFനാണ് നേരിട്ട് ലീഡുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പാലയിൽ LDFും അതോടൊപ്പം തന്നെ NDAയും തമ്മിലായിരിക്കും മത്സരം നടക്കുക. കടുത്തുരുത്തിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ മത്സരിക്കുക മോൻസി ജോസഫ് ആയിരിക്കും. പക്ഷേ മോൻസി ജോസഫ് മത്സരിക്കുന്ന സമയത്ത് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് സാധ്യതകളുണ്ട്. അവിടെ ഇപ്പം മാധ്യമപ്രവർത്തകരും ഇപ്പോൾ BJP ചേർന്നിട്ടുള്ള റെജി ലൂക്കോസ് ആയിരിക്കും അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. റെജി ലൂക്കോസ് ഈ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന വക്താവായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ റെജി ലൂക്കോസ് അവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്നാനായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. കനാനായ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് റെജി ലൂക്കോസ് എന്നുള്ളത് കൊണ്ട് തന്നെ റെജി ലൂക്കോസും അവിടെ ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്ക് ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് കടുത്തുരുത്തി മാറുകയും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും അതായത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യമായിട്ട് LDF NDA മത്സരം നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതാണ് അവിടെ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഉണ്ട് കോൺഗ്രസിനകത്ത് കോട്ടയത്ത്. പക്ഷേ ഈ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ ഉണ്ട് എന്ന് പറയുന്ന സമയത്തും അവർ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ അത് വലിയൊരു പ്രശ്നമാണ്. ഗ്രൂപ്പ് പോര്, അതുകൂടാണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞില്ല, ഈ ജന്മിത്ത സ്വഭാവം കാണിക്കുന്ന ചില ആളുകൾ പാലായിലുണ്ട്. കാരണം പണ്ടത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ചരിത്രം ഇങ്ങനെ പേറിക്കൊണ്ട് അതുകൊണ്ട് തങ്ങളെ ഇപ്പോഴും എല്ലാവരും ബഹുമാനിക്കണം, തങ്ങളാണ് വലിയത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് അവിടെ ഉള്ള സാധാരണക്കാർക്കുള്ള എതിർപ്പ് ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ അവരുടെ അവസ്ഥ അത് ഒരുപക്ഷെ ഇതൊക്കെ മാറുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള യുവ സ്ഥാനാർത്ഥികളെയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടാവും. മറിച്ച് നിലവിലത്തെ ഒരു സ്ഥാനാർത്ഥി സാധ്യത വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും പാലായിലും LDFും NDAയും തമ്മിലായിരിക്കും മത്സരം നടക്കുക. കടുത്തുരുത്തിയിൽ കനത്ത ത്രികോണ മത്സരം നടക്കാനായിട്ടുള്ള സാധ്യതകളുമാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളത്.